എടാ നമ്മൾ പ്ലെൻറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാതും പ്രീവിയസ് ക്യാറ്റിൻ്റെ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ എന്ത് ചെയ്യണം, വീഡിയോസ് കണ്ടു തീർക്കണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഈവൻ നിങ്ങൾ ലോ എന്നുള്ള പേപ്പർ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റയർ ഏരിയാസ് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തിട്ടുണ്ട്, ഈ ഒരു മാരത്തോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വീഡിയോയുടെ കൂടെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ് ഫോർ യുവർ എക്സാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, ഓപ്ഷൻസ് ശ്രദ്ധിക്കാം, ഈസിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഫ്രോം 1st September 1872. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രാക്ട് വിത്ത് മൈനർ ഈസ്. ഗൈസ്, അത് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൈനിൽ കൊണ്ടുവരിക. മൈനർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 18 years ഓഫ് ഹോൾഡ്. ഓക്കെ, 18 വയസ്സ് തികയാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക, മൈനർ എന്ന് വിളിക്കുക. ഓക്കെ, മൈനറിന് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർക്ക് റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാനുള്ള എന്തില്ല, പൊട്ടൻഷ്യൽ ഇല്ല. അപ്പോൾ എ കോൺട്രാക്ട് വിത്ത് മൈനർ, കോൺട്രാക്ട് ആക്ടിൽ ഡിഫൈൻ ചെയ്തത് വോയിഡ് അബ് ഇനീഷ്യോ എന്നാണ്. ഈ ലാറ്റിൻ ടേമിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ തുടക്കം മുതലേ എന്താണ്, വോയിഡാണ്. തുടക്കം മുതലേ ഒരു മൈനറുമായിട്ടുള്ള കോൺട്രാക്റ്റിന് എന്ത് കൊടുക്കുന്നില്ല, അംഗീകാരം കൊടുക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്തത്, എഗ്രിമെൻറ്റ് കോസ്ഡ് ബൈ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ്. ഗൈസ്, മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മിസ്റ്റേക്സിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, മിസ്റ്റേക്ക് ബൈ ഫാക്റ്റും മിസ്റ്റേക്ക് ബൈ ലോയും. മിസ്റ്റേക്ക് ബൈ ലോയിൽ ഇന്ത്യൻ ലോയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫോറിൻ ലോയും ഉണ്ട്. അതുപോലെ മിസ്റ്റേക്ക് ബൈ ഫാക്റ്റിൽ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, യൂണിലാറ്ററലും ഉണ്ട്, അതേപോലെ തന്നെ ബൈലാറ്ററൽ മിസ്റ്റേക്സ് ഉണ്ട്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മാത്രം മിസ്റ്റേക്കിൽ ഏർപ്പെടുക, വിച്ച് മീൻസ് അത് എന്താണ്, വാലിഡ് ആണ്. ദെൻ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലെ ബോത്ത് ദ പാർട്ടീസ്, 2 parties ആർ അണ്ടർ മിസ്റ്റേക്ക്, വിച്ച് മീൻസ് എന്താണ്, വോയിഡ് ആണ്. എന്താണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ഡാഷ്. ഒരു കോൺട്രാക്റ്റിൽ എപ്പോഴും എത്ര പാർട്ടീസ് ഉണ്ടാവും, 2 parties ഉണ്ടാവും. പ്രോമിസർ ഉണ്ടാവും, പ്രോമിസി ഉണ്ടാവും. പ്രോമിസർ എന്ന് പറഞ്ഞാൽ ആ ഓഫർ വെക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുക, പ്രോമിസർ എന്ന് വിളിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു ലാൻഡും വീടും, അതുപോലെ തന്നെ അതിലുള്ള വീടും മിസ്റ്റർ എക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനാണ് പ്രോമിസ് കൊടുക്കുന്നത്, എന്നെ വിളിക്കുന്നവരാണ് പ്രോമിസർ. എൻ്റെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ ആരാ തീരുമാനിക്കുക, ഞാനല്ലേ തീരുമാനിക്കുക. ഈ സിറ്റുവേഷനിൽ ആരാ പ്രോമിസർ, ഞാനല്ലേ പ്രോമിസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ കോൺട്രാക്ട് എൻഡേർഡ് ഇൻ ടു ബിറ്റ്വീൻ പാർട്ടീസ് ബൈ വേർഡ്സ് ഈസ് കോൾഡ്. ബൈ വേർഡ്സോ അല്ലെങ്കിൽ റിട്ടേണോ ഒക്കെ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റുകൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്രസ് കോൺട്രാക്ട്. എന്ത് കോൺട്രാക്ട്, എക്സ്പ്രസ് കോൺട്രാക്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത്, വെൻ ആൻ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ദി പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് മേഡ് ഇറ്റ് ഈസ് കോൾഡ്. എടാ, ഓഫർ തന്നെ 2 type ഓഫേഴ്സ് ഉണ്ട്. ജനറൽ ഓഫർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഓഫർ ഉണ്ട്. ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ എന്ത് കൊടുത്തു, ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ദെൻ അതിൻ്റെ കീ ഞാൻ എൻ്റെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, CV അയക്കാൻ പറ്റും. ബട്ട് ഞാൻ മിസ്റ്റർ എനോട് മാത്രം നാളെ എന്തുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിനക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, ജനറൽ അതെന്താണ്, സ്പെസിഫിക് ആണ്. അപ്പോൾ പെർട്ടിക്കുലർ പേഴ്സണോട് പറയാമെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്പെസിഫിക് ഓഫർ ആണ്. വേൾഡ് അറ്റ് ലാർജ് എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്, ജനറൽ ഓഫർ. ഇതിനടുത്ത്, വിച്ച് ഈസ് ദ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ ആസ് അഗെയിൻസ്റ്റ് ഗുഡ്സ്. എടാ, അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ എന്ത് ചെയ്തു, സാധനം വിറ്റു. ഞാൻ മിസ്റ്റർ എക്ക് എന്ത് വിറ്റു, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ സെല്ലറും മിസ്റ്റർ എ എന്താണ്, ബയറുമാണ്. എനിക്ക് ബയറായിട്ടുള്ള മിസ്റ്റർ എ എന്ത് തരണം, പൈസ തരണം.
മിസ്റ്റർ എ എനിക്ക് എന്ത് തന്നിട്ടില്ല, പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്, അൺപെയ്ഡ് സെല്ലർ. ഓക്കെ, അപ്പോൾ ഒരു അൺപെയ്ഡ് സെല്ലറെ സംബന്ധിച്ച് റൈറ്റ് ഓഫ് ലീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ, റൈറ്റ് ടു റീറ്റെയിൻ, പൈസ ഇല്ലേ നമുക്ക് എന്ത് പറ്റും, റീറ്റെയിൻ ചെയ്യാൻ പറ്റും. റൈറ്റ് ടു സ്റ്റോപ്പേജ്, തടഞ്ഞു വെക്കാൻ പറ്റും. റീസെയിൽ, നമ്മൾ ലീൻ ചെയ്ത് എന്തേലും പറ്റും, വേറെ ആൾക്ക് എന്തെങ്കിലും പറ്റും, വിൽക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് ആണ് റൈറ്റ് ആൻസർ. അടുത്ത്, എ കോൺട്രാക്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ മൈനർ എൻറ്റേർഡ് ഇൻ ടു ബൈ ഹിസ് മാനേജർ ഈസ്, ഓപ്ഷൻ ഡി ആണ് വാലിഡ് ആണ്. മൈനറിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അയാൾ മാനേജർ ഒരു കോൺട്രാക്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ദർ ഇസ് നോ ഡൗട്ട്. എ കോൺട്രാക്ട് വിത്ത് മൈനർ ആണ് എന്ത് ഗൈസ്, വോയിഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസെൻസസ് ആഡ് ഐഡം മീൻസ്. കൺസെൻസസ് ആഡ് ഐഡം എന്ന ടേം ഫ്രീ കൺസെൻറ്റുമായി ബന്ധപ്പെട്ട ടേമാണ്. ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്താ, കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസ് തമ്മിൽ കൺസെൻറ്റ് ഫ്രീ ആവണമെങ്കിൽ അവിടെ എന്തുണ്ടാകാൻ പാടില്ല, കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്സ്. ഈ അഞ്ചെണ്ണത്തിന് കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് എന്ത്, കൺസെൻസസ് ആഡ് ഐഡം. അതിൻ്റെ മീനിങ് ആണ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, സെയിം തിങ്, സെയിം സെൻസ്, സെയിം മാനർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത്, ദ ടേം ക്വിഡ് പ്രോ ക്യൂ മീൻസ്. ക്വിഡ് പ്രോ ക്യൂ എന്നുള്ള ടേം ഈസിയാണ്, കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു ലാറ്റിൻ ടേം ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. എന്താണ് സംതിങ് ഇൻ റിട്ടേൺ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, ഒരു കോൺട്രാക്ട് വാലിഡ് ആവാനുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ്. കപ്പാസിറ്റി ടു, ഓക്കെ, ഫസ്റ്റ് തന്നെ അഡിക്വസി ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, എടാ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കും എന്തുവേണം, കൺസിഡറേഷൻ വേണം. ബട്ട് കൺസിഡറേഷൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസൈർ ഓഫ് ദി പ്രോമിസർ. Consideration may move from promisee or any other person. Consideration may be past, present, future. Something in value need not be adequate. Must be real, not illusory. Pre-existing obligation. Act ആവാം, abstinence ആവാം എന്നൊക്കെ പഠിച്ചപ്പോൾ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് എന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് പാർട്ടിക്കും എന്തുണ്ടായാൽ മതി, കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. ബട്ട് എന്താണ്ട് ആവശ്യമില്ല, അഡിക്വേറ്റ് ആവേണ്ട എന്തില്ല, ആവശ്യമില്ല. ദാറ്റ്സ് വൈ ഓപ്ഷൻ എ ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത്, ഇഫ് എ കോൺട്രാക്ട് പ്രൊവൈഡ്സ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ എമൗണ്ട് ഓൺ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട്, സച്ച് പേയ്മെൻറ്റ് ഈസ് ടേംഡ് ആസ്. എടാ ടൈപ്പ് ഓഫ് ഡാമേജസ് ഉണ്ട് ഇല്ലേ, ജനറൽ ഡാമേജ് അല്ലെങ്കിൽ ഓർഡിനറി ഡാമേജ്, സ്പെഷ്യൽ ഡാമേജസ്, വിൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഡാമേജസ്, ലിക്വിഡേറ്റീവ് ഡാമേജസ് ഉണ്ട്, അതേപോലെ തന്നെ നോമിനൽ ഡാമേജസ് ഉണ്ട്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് നിശ്ചയിച്ച ഡാമേജസിനെ വിളിക്കുന്ന പറയുന്നത് ലിക്വിഡേറ്റീവ് ഡാമേജ്. ഓപ്ഷൻ ബി ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കേസ് ഈസ് നോട്ട് കവേർഡ് ബൈ ദി കോൺസെപ്റ്റ് ഓഫ് സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി. സൂപ്പർവൈൻ ഇമ്പോസിബിലിറ്റി ആണ് എന്താ അർത്ഥം, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് എ, നമ്മൾ ചോദിച്ചത് നോട്ട് കവേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോന്ന് വായിക്കുക. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ഓക്കെ, സൂപ്പർവൈനിങ് ആണ്. ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദ പ്രോമിസർ, സൂപ്പർവൈനിങ് ആണ്. ഔട്ട് ബ്രേക്ക് ഓഫ് വാർ, സൂപ്പർവൈനിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഡിഫിക്കൽറ്റി ഓഫ് പെർഫോമൻസ് ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. അതായത് ഇമ്പോസിബിലിറ്റി, അതായത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൽ എന്ത് പറയുന്നുണ്ട്, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. ഈ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വിളിക്കുന്ന പേരാണെന്ത്, സൂപ്പർവൈൻ ഇമ്പോസിബിലിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മൈനർ ക്യാൻ. ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആൻസർ എന്താണ്, എ മൈനർ ക്യാൻ ബി ഏജൻറ്റ്. ഒരു മൈനറിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഏജൻ്റ് ആക്കാൻ പറ്റും. ബട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്ത് ഉത്തരവാദിത്വം ആര് വഹിക്കേണ്ടി വരും, പ്രിൻസിപ്പൽ അല്ലെങ്കിൽ റിയൽ ഓണർ ബിയർ ചെയ്യാന്നുണ്ടെങ്കിൽ എ മൈനർ ക്യാൻ ബി ഏജൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ. അപ്പോൾ ഓപ്ഷൻസ് എന്ത് ചെയ്യുക, വായിക്കുക. 2 or more person agree upon same thing in same sense. First option, all parties to the contract benefit from the contract. The next option, it is not the result of coercion or undue influence or fraud or misrepresentation or mistakes. നമ്മൾ പഠിച്ചത് എന്താ, 5 കാര്യങ്ങളാണ്. കൺസെൻറ്റ് ഫ്രീ ആവണമെങ്കിൽ അവിടെ 5 കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൺസെൻസസ് ആഡ് ഐഡം, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വോയിഡ് അഗ്രിമെൻറ്റ് ഈസ് വൺ വിച്ച്. ഓപ്ഷൻ ഡി ആണ്
ശ്രദ്ധിക്കുക, ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കണം. നോട്ട് എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. കോർട്ടിൻ്റെ മുമ്പിൽ എന്തില്ല, എൻഫോഴ്സബിലിറ്റി ഇല്ലാത്ത എഗ്രിമെൻറ്റ്സ് നമ്മൾ എന്ത് വിളിക്കുക, വോയിഡ് എഗ്രിമെൻറ്റ്സ് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് ജനറൽ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ. ഞാൻ പറഞ്ഞ ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യടാ. ഓക്കെ, എനി പേഴ്സൺ ഹാവിങ് നോട്ടീസ് ഓഫ് ഇറ്റ്. ബി ആണ് എന്ത് റൈറ്റ് ഓപ്ഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് വാലിഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്സെപ്റ്റൻസിൻ്റെ എന്താ ആലോചിക്കുക, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ ആലോചിക്കുക. റിട്ടേൺ ആവാം, ഓറൽ ആവാം, അതേപോലെ എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. മിയർ സൈലൻസ് എന്തല്ല, അക്സെപ്റ്റൻസ് അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടോ ഇല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസൊക്കെ നോക്കുക. ഇറ്റ് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്, അത് അതിലൊരു ഫീച്ചേഴ്സിലുള്ള പോയിൻ്റാണ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്, അത് ഫീച്ചേഴ്സിൽ പറഞ്ഞൊരു പോയിൻ്റാണ്. ദെൻ ഇറ്റ് ഹാസ് ബീൻ പ്രിസ്യൂംഡ് ഫ്രം സൈലൻസ് ഓഫ് ഓഫറേ. ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആസ് എ ജനറൽ റൂൾ ആൻഡ് എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ്. എന്താണ് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ്സ് ഒക്കെ എന്താ വോയിഡ് ആണ്. അതാണ് ജനറൽ റൂൾ. ബട്ട് എന്തുണ്ട്, കുറച്ച് എക്സംഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ജനറൽ റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ എന്താണ് വോയിഡ് ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് കോൺട്രാക്ട് ടു സെൽ ഹിസ് സ്കൂട്ടർ ടു വൈ ഫോർ ₹50,000 and Y agrees to pay on delivery. Both the parties perform their promises. This is called. അതൊരു ഓപ്ഷൻസ് നോക്കുക. വെയ്വർ എന്ന് പറഞ്ഞാൽ എന്താ, ഗിവിങ് അപ്പ് സർട്ടൻ റൈറ്റ്സ് അല്ല. ബ്രീച്ച് ഓഫ് ഇവിടെ എന്തല്ല, ബ്രീച്ച് സംഭവിച്ചിട്ടില്ല. ദെൻ ആൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓഫ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അവർ എന്ത് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ്, ആൻ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the original contract needs to be performed if there is rescission of contract, novation of contract, alteration of contract. ഇതെല്ലാം എന്താണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റിസിഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ്, റിസിഷൻ എന്ന് പറയാൻ തന്നെ അർത്ഥം എന്താ, കംപ്ലീറ്റ് ക്യാൻസലേഷൻ എന്നാണ്. ഓപ്ഷൻ എ ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ എന്താ, ദ ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട്. അതായത് ടെർമിനേഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത്, when the parties mutually agree to change certain terms of the contract, this is called. എടാ സെർട്ടൻ ടേംസ് ഒക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത് അൾട്രേഷൻ. ഇപ്പോൾ നിങ്ങൾ ഒരു ഡ്രസ്സ് എന്ത് ചെയ്യാൻ കൊടുത്തു, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അതായത് ഓൾറെഡി റെഡിമെയ്ഡ് എടുത്ത ഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്തു, ഷേപ്പ് ചെയ്യാനോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊടുത്ത പോലെയല്ല തിരിച്ച് കിട്ടുക. അതിലെന്തുണ്ടാവും, കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ വൺ ഓർ മോർ ടേംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത് അൾട്രേഷൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. If a person accepts a lesser sum of money than what was contracted for in the discharge of the whole debt, it is known as. Waiver എന്ന് പറഞ്ഞാൽ ഗിവിങ് അപ്പ് സർട്ടൻ റൈറ്റ്സ് ആണ്. റെമിഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ആണ് ഗൈസ് എന്ത് അക്സെപ്റ്റൻസ് ഓഫ് ലെസർ പെർഫോമൻസ്. ദെൻ ആൻ അൾട്രേഷൻ പറഞ്ഞാൽ ചേഞ്ചസ് വരുത്തുകയാണ്. റെസിഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ക്യാൻസലേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി റെമിഷൻ ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ലെസർ പെർഫോമൻസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻറ്റൻഷണൽ റിലിംഗ്വിഷ്മെൻറ്റ് ഗിവിങ് അപ്പ് of a right under the contract is called. എടാ റിലിംഗ്വിഷൻ എന്താണ്, ഇൻറ്റൻഷണൽ റിലിംഗ്വിഷ്മെൻറ്റ്, ഗിവ് അപ്പ്. അപ്പോൾ വെയ്വർ എന്ന് പറയാൻ തന്നെ വാക്കിനകത്ത് എന്താ, ഗിവിങ് അപ്പ് സർട്ടൻ റൈറ്റ്സ്. കിട്ടാനുള്ള റൈറ്റ്സ് എന്ത് ചെയ്യാണ്, ഗിവ് അപ്പ് ചെയ്യുക, ഒഴിവാക്കുന്നതിന് വിളിക്കുന്നവരാണ് ഗൈസ് എന്ത് വെയ്വർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ ഓഫർ ടു പെർഫോം ഈസ് കോൾഡ്. സിംപിളി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. എന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ആർ കോൾഡ്. അല്ലേ, ഫസ്റ്റ് തന്നെയാടാ പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ കോൾഡ്. എടാ അതിന് വിളിക്കുന്ന പേരാണ് ഗൈസ് സിംപിളി എന്ത് എഗ്രിമെൻറ്റ്. വിച്ച് മീൻസ് ഇവിടെ നോക്കുമ്പോൾ എന്താണ് റെസിപ്രോക്കൽ പ്രോമിസ്. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസ്. റെസിപ്രോക്കൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എക്കൊരു പ്രോമിസ് കൊടുത്തു, തിരിച്ച് ഇങ്ങോട്ടൊരു പ്രോമിസ് തന്നു.
അപ്പോൾ ഓപ്ഷൻ എന്താണ്? എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് അഗ്രിമെൻറ്റ്സ് ആർ വാലിഡ്? ഓക്കെ, ഓപ്ഷൻ എ അൺസർട്ടൈൻ അഗ്രിമെൻറ്റ്സ്, അതെന്താണ്? വോയിഡാണ്. ഓക്കെ, എഗ്രിമെൻറ്റ്സ് ടു ഡു ഇമ്പോസിബിൾ ഈവൻറ്റ്സ്, വോയിഡാണ്. വേഗറിംഗ് എഗ്രിമെൻറ്റ്സ്, വോയിഡാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഗൈസ് എന്ത്? റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ഓഫ് ലീൻ ഈസ് എക്സസൈഡ്. ഓക്കെ, റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു റീറ്റെയിൻ ദി പൊസഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ എ ടു റീഗെയിൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്, അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഗൈസ് എന്ത്? റൈറ്റ് ആൻസർ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെലിവറി ഓഫ് ദി കീ ഓഫ് വെയർ ഹൗസ് ബൈ ദി സെല്ലർ ടു ദി ബയർ വിൽ അമൗണ്ട് ടു. എടാ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടാണ്. ഡെലിവറി 3 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. എന്താണ്? ആക്ച്വല്, സിംബോളിക്, കൺസ്ട്രക്റ്റീവ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സിംബോളിക് ആണ്. നമുക്ക് കണ്ടിട്ടുള്ള ഐഡിയ സ്റ്റാർ സിംഗർ പോലെ റിയാലിറ്റി ഷോസിലൊക്കെ നമ്മൾ ഫ്ലാറ്റിനൊക്കെ എന്ത് ചെയ്യും? പ്രൈസ് മണിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് സമ്മാനങ്ങൾ കൈയോടെ എടുത്ത് കൊടുക്കണം ചെയ്യല്ല, അതിൻ്റെ കീ എന്ത് ചെയ്യും? ഹാൻഡ് ഓവർ ചെയ്യും അല്ലേ? അത്തരം ഡെലിവറിയെ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്? സിംബോളിക് ഡെലിവറി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതിനടുത്ത് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കം ഇൻ ടു ഫോഴ്സ് ഓൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ 1930. ഓക്കെ, ജൂലൈ 1 1930 എന്ത് ചെയ്തിട്ടുള്ളത്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഗവേൺസ് ദി സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ? ഗായ്സ് ഓക്കെ, നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുമ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുമ്പോൾ ഗുഡ്സിന് ഡെഫിനിഷൻ പറയുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾ മൂവബിൾ പ്രോപ്പർട്ടീസ് അതർ ദാൻ മണി ആൻഡ് ആക്ഷനബിൾ ക്ലൈംസ് ബട്ട് ഇൻക്ലൂഡ് സ്റ്റോക്സ്, ഷെയർസ്, ഗ്രാസ്, ഗ്രോവിംഗ് ക്രോപ്സ്, തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ദി ലാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി റിട്ടേൺ ഓറൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. എയ്തർ എ ആൻഡ് ബി, റിട്ടേൺ ആവാം, ഓറൽ ആവാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം ഗുഡ്സ് ഇൻ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് മീൻസ്. ഓക്കെ, ദ ടേം ഗുഡ്സ് ഇൻ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് മീൻസ്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ, അസർട്ടേൺ ഗുഡ്സ് ഓൺലി, സ്പെസിഫിക് ഗുഡ്സ് ഓൺലി, അൺഅസർട്ടേഡ് ഗുഡ്സ് ഓൺലി. ഓക്കെ, ബിയും സിയും ഡിയും ഓപ്ഷൻസൊക്കെ ടൈപ്പ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിലാണ് ഗൈസ് എന്ത്? റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്. ദ ഗുഡ്സ് വിച്ച് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെല്ലർ ആഫ്റ്റർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ് ആർ നോൺ ആസ്. സിമ്പിളാ. കണ്ടീഷൻ ഗുഡ്സ് ആണ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ എന്നാണ്. ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്ന് അറിയോ? കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലർ കയ്യിൽ ഓണർഷിപ്പും പൊസിഷനും ഇല്ല. അത് ഫ്യൂച്ചർ ഡേറ്റിൽ മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അക്വയർ ചെയ്യുകയോ വേണം. അത്രയും ഗുഡ്സിനെ വിളിക്കുന്ന പേരുടെ കേസ് എന്ത്? ഫ്യൂച്ചർ ഗുഡ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ഫ്യൂച്ചർ ഗുഡ്സ് ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത്. വേർ നോ പ്രൈസ് ഈസ് ഫിക്സഡ് ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ദ ബയർ ഷാൾ പേ ദ സെല്ലർ വിതൗട്ട് എനി ഡൗട്ട് റീസണബിൾ പ്രൈസ്. എന്താണ് റീസണബിൾ പ്രൈസ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then അടുത്ത question. When the buyer's right of quiet possession of goods is affected by the seller's fault, the buyer can claim damages only. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് മീൻസ്. ഓക്കെ, ഇത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ എന്താണ് ഒരു പ്രിൻസിപ്പിളാണ്. നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വൺ ക്യാൻ ട്രാൻസ്ഫർ വാട്ട് ഹി ഹിംസെൽഫ് ഡസൻ ഹാവ്. നമ്മുടെ ഉടമസ്ഥതയിലെ സാധനം നമ്മൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആളുടെ ടൈറ്റിൽ എന്തായിട്ട് മാറുള്ളൂ? ഗുഡായിട്ട് മാറുള്ളൂ. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അതാണ് റൈറ്റ് ആൻസർ. നോ മാൻ ക്യാൻ പാസ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ഹി ഹിംസെൽഫ് പൊസസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash means an order of the court restraining a person from doing what he promised not. എടാ, ഒരു കാര്യം ചെയ്ത് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഓർഡറിനെ വിളിക്കുന്ന പേരാണ് ഗൈസ് ഇൻജക്ഷൻ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത്. When a person has done some work under a contract and the other party repudiates the contract, then the party who performed the work can claim remuneration for the work done. This is based on the principle of. ഓക്കെ, നമുക്ക് അൺഫെയർ ആയിട്ട് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം.
ഇപ്പോൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് മച്ച് ആസ് ഏൺ എന്നാണ്. എത്രയാണോ നമ്മൾ അൺഫെയറായിട്ട് ഏൺ ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് എക്സംപ്ലറി ഡാമേജ് ഈസ് ഓൾസോ നോൺ ആസ്. എക്സംപ്ലറി ഡാമേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഡാമേജസ് അല്ലേ, ടൈപ്പ് ഓഫ് ഡാമേജസിലെ മെൻ്റൽ ഡാമേജസിന് വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത് എക്സംപ്ലറി ഡാമേജസ്. അതിനെ പ്യൂണിറ്റീവ് ഡാമേജ് എന്നും വിൻഡിക്റ്റീവ് ഡാമേജ് എന്നും വിളിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി എയ്തർ എ ഓർ ബി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്താണ് എ ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 10 ഓഫ് കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞുള്ള എസെൻഷ്യൽസ് ഓഫ് വാലിഡ് എലമെൻറ്റ് ഇല്ലെങ്കിൽ പോലും ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ് എ കോൺട്രാക്റ്റ് ആണ് ഏത് ക്വാസി കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഇക്വിറ്റി ജസ്റ്റിസ് കോൺഷ്യസ്. നോ വൺ ക്യാൻ എൻറിച്ച് വിത്ത് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്, നോ വൺ ഷുഡ് ഗ്രോ വിത്ത് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. ലാറ്റിൻ ടേം നെമോ ഡെബൽ ലോക്കു പ്ലാറ്ററി എക്സ് ലീന ജസ്റ്റുവ. നെമോ ഡെബൽ ലോക്കു പ്ലാറ്ററി എക്സ് ലീന ജസ്റ്റുവ. അപ്പോൾ അത് പ്രകാരം ഓപ്ഷൻ ബി ഹാസ് ഓൺലി ലീഗൽ ഒബ്ലിഗേഷൻ, അതായത് നിയമം എന്ത് കൊടുക്കുകയാണ്, ലീഗൽ ഒബ്ലിഗേഷൻ ഇമ്പോസ് ചെയ്യാണ്. അല്ലാതെ സെക്ഷൻ 10 പറഞ്ഞ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷൻസ് എന്ത് ചെയ്യുക നോക്കാം. എ പേഴ്സൺ ഹൂ ഫൈൻഡ്സ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ. ദെൻ എ പേഴ്സൺ ഹൂ റിട്ടേൺസ് ദി ഗുഡ്സ് ടു ദ ഓണർ. A person who finds the goods belonging to another and takes them in his custody. അപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്, ഓപ്ഷൻ സി ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സേഫായിട്ട് എന്ത് ചെയ്യും, കസ്റ്റഡിയിൽ വെക്കുമ്പോൾ നമുക്ക് കള്ളി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ദെൻ അടുത്ത് കോമ്പീറ്റൻസ് ടു കോൺട്രാക്ട് മീൻസ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കുക. ഏജ് ഓഫ് ദി പാർട്ടീസ്. ഓക്കെ, ഏജ് ഓഫ് ദി പാർട്ടീസ് നമ്മൾ നോക്കണം. ഓക്കെ, അതായത് മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ പറ്റില്ല. അപ്പോൾ 18 മുകളിൽ പോയിട്ടുണ്ടോ നോക്കണം. ദെൻ സൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഓഫ് ദ പാർട്ടീസ്, അതും നോക്കണം. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏർപ്പെടാൻ പറ്റത്തില്ല. ദെൻ ഇൻ്റലിജൻസ് ഓഫ് ദ പാർട്ടി, ഇൻ്റലിജൻസും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് എന്ത് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എയും ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ which of the following is correct? Okay, a novation means making a new contract in place of an old contract. Okay, novation എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, കറക്റ്റ് ആണ്. An alteration means making a new contract in the place of an existing one. ഓക്കെ, അത് തെറ്റാണ്. അൾട്ടറേഷൻ പറഞ്ഞാൽ ചേഞ്ചസ് വരുന്നതാണ്. ഓക്കെ, the performance of a contract is not a method of discharge of contract. Performance of a contract. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. ഇന്നോവേഷൻ മീൻസ് മേക്കിംഗ് എ ന്യൂ കോൺട്രാക്ട് ഇൻ പ്ലേസ് ഓഫ് ദി ആൻഡ് ഓൾഡ് കോൺട്രാക്ട്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്നോവേഷൻ വിളിക്കുന്ന വേറെ പേരാണ് ഗൈസ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ആൻ ഇംപ്ലൈഡ് വാറൻറ്റി. ഇംപ്ലൈഡ് വാറൻറ്റി 4 ഗൈസ് ഉള്ളത്. ഓക്കെ, ക്വയറ്റ് പൊസഷൻ ഓർ അൺഡിസ്റ്റേബിൾഡ് പൊസഷൻ. ദെൻ അതേപോലെ തന്നെ ഫ്രീ ഫ്രം എൻകംപ്രാച്ചസ് ഓർ മോർഗേജ് ഓർ പ്ലഡ്ജ് ഓർ ഹൈപ്പോത്തിക്കേഷൻ, ക്വാളിറ്റി ഓഫ് ഫിറ്റ്നസ്, അതുപോലെ ഡേഞ്ചറസ് നേച്ചർ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് സോൾഡ്, ഓപ്ഷൻ ഡി ആണ് ഇതിൽ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതിനടുത്ത് കവിയറ്റ് എംറ്റർമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ലെറ്റ് ദി ബയർ ബിവെയർ. ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആര് ഉറപ്പ് വരുത്തേണ്ടത്, ബയറാണ്, അല്ലാണ്ട് ആരല്ല, സെല്ലറല്ല. ബയ്യർ ക്വാളിറ്റി ഉറപ്പ് വരുത്താണ്ട് ഒരു സാധനം വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ബയ്യർക്ക് സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി ലെറ്റ് ദി ബയർ ബിവെയർ എന്നാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടെയ്ൻ. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്തിൻ്റെ ഭാഗമാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഭാഗം അല്ലേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 8081 വന്നു. അപ്പോൾ അതിൽ 3 ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് ഏതൊക്കെയാണ്, ഒന്ന് സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, 2 ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 ദെൻ സെക്ഷൻ 6 ചെക്ക്. അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ഓർഡർ ആണ്. എന്താണ് ഓർഡർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഗൈസ് എന്ത് റൈറ്റ് ആൻസർ. Then other question, an instrument incomplete in one way or other is called inchoate instrument. Inchoate എന്ന incomplete instrument ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇൻലാൻഡ്, ഫോറിൻ, ആംബിഗസ്, ഓർഡർ, ബിയറർ, ഇൻകോയേറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ഇൻകോയേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻകോയേറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ചെക്ക് ഈസ്, എടാ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെന്താണ്, ഒരു ഓർഡറാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്, ഓർഡറാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെയാണ് എന്ത്, ചെക്ക് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഗൈസ് എന്ത്, റൈറ്റ് ആൻസർ. ഇതിനടുത്ത് ഗ്രേസ് പീരിയഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അതർ ദാൻ പേയബിൾ ഓൺ ഡിമാൻഡ് ഈസ് ഡേ ഓർ മന്ത്സ്. ഓക്കെ, അതായത് നമുക്ക് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചിനൊക്കെ എന്തുണ്ടാവും, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും അല്ലേ. ആ മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസം കൂടി എന്ത് കൊടുക്കും, അഡീഷണൽ കൊടുക്കും. ആ അഡീഷണൽ കൊടുക്കുന്ന ദിവസത്തിൽ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്, ഡേയ്സ് ഓഫ് ഗ്രേസ്. അപ്പോൾ 3 days ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 3 days. ദെൻ അടുത്ത് ഡാഷ് ഡേയ്സ് ഗ്രേസ് പീരിയഡ് ഈസ് അലൗഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക്. എടാ ചെക്കിന് മാത്രം മെച്യൂരിറ്റി പീരീഡ് അല്ല പറയാം, ചെക്കിന് നമ്മൾ വാലിഡിറ്റി എന്ന് പറയാം. നിങ്ങൾ ഏത് ചെക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഡേറ്റിൻ്റെ അടുത്തുണ്ടാവും ഓൺലി 3 months വാലിഡിറ്റി. ആ 3 month വാലിഡിറ്റി കഴിഞ്ഞ ചെക്കുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റെയിൽ ചെക്ക്. ഓക്കെ, മോർ ഓവർ ശ്രദ്ധിക്കുക, ചെക്കിനെ സംബന്ധിച്ച് ചെക്കിന് മാത്രം എന്തില്ല, ഗ്രേസ് ഓഫ് ഡേയ്സ് ഇല്ല. പ്രൊമിസറി നോട്ടിനും ബിൽ ഓഫ് എക്സ്ചേഞ്ചിനും എന്തുള്ളൂ, ഗ്രേസ് ഓഫ് ഡേയ്സ് ഉള്ളൂ. അപ്പോൾ ചെക്കിനെ സംബന്ധിച്ച് അവർക്ക് എന്തില്ല, ചെക്കിന് എന്തില്ല, ഗ്രേസ് ഓഫ് ഡേയ്സ് ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ 0 ആണ് റൈറ്റ് ആൻസർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്ത് എ ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ. ഓക്കെ, ചെക്ക് എന്താ ഞാൻ പറഞ്ഞു, ഒരു ഓർഡർ ആണ്, ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ആണോ അല്ലേ. ആർക്കാ ഓർഡർ കൊടുക്കുന്നത്, ബാങ്കിനാണ് കൊടുക്കുന്നത്, ആണോ അല്ല. അപ്പോൾ ചെക്ക് കൊണ്ട് ചെല്ലുന്ന ആള് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ ബി ഓൺ ഡിമാൻഡ് ആണ് ഗൈസ് എന്ത്, റൈറ്റ് ആൻസർ. അടുത്ത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഇൻറ്റു ഫോഴ്സ് ഓൺ. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഇന്ത്യയിൽ നിന്നാണ് വന്നത് 1st October 1932. 1st October 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വന്നിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ബിഫോർ എനാക്ട്മെൻറ്റ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാർട്ട്ണർഷിപ്പ് ഗവേൺഡ് ബൈ ദി. എടാ പാർട്ട്ണർഷിപ്പ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ഒക്കെ പണ്ട് എന്തിൻ്റെ ഭാഗമായിരുന്നു, കോൺട്രാക്ട് ആക്ടിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് സെപ്പറേറ്റ് ഒരു ആക്റ്റാക്കി മാറ്റാൻ അത്രത്തോളം കണ്ടന്റ് ഉണ്ടായപ്പോൾ ഇത് സെപ്പറേറ്റ് ഒരു ആക്റ്റായി മാറ്റിയതാണ് 1932. അപ്പോൾ ഓപ്ഷൻ എ ഇന്ത്യൻ കോൺട്രാക്ട്, ഓപ്ഷൻ സി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ പണ്ട് പാർട്ട്ണർഷിപ്പും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റൊക്കെ എന്തിൻ്റെ ഭാഗമായിരുന്നു, കോൺട്രാക്ട് ആക്ടിൻ്റെ ഭാഗമായിരുന്നു. പിൽക്കാലത്ത് 1930 സെയിൽ ഓഫ് ഗുഡ്സും 1932 പാർട്ട്ണർഷിപ്പ് ആക്റ്റുമായിട്ട് സെപ്പറേറ്റ് ആക്റ്റായിട്ട് മാറുമായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്തത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഓഫ് കോഴ്സ് ശരിയാണ്, കാരണം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് എന്തുണ്ട്, സെപ്പറേറ്റ് ആക്ട് ഉണ്ട്, LLP ആക്ട് 2008 ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ട്രൂ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ person who have entered into partnership with one another are collectively called as. എടാ പാർട്ട്ണർഷിപ്പായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് പാർട്ട്നേഴ്സ്. ഓപ്ഷൻ ഡി ആണ് എന്ത്, റൈറ്റ് ആൻസർ, പാർട്ട്നേഴ്സ്. then അടുത്ത് എ പാർട്ട്ണർ ഹു കോൺട്രിബ്യൂട്ട്സ് എനി ക്യാപിറ്റൽ ആൻഡ് ഷെയർ ദി പ്രോഫിറ്റ് ബട്ട് ഡസ് നോട്ട് ഹാവ് എനി കണ്ടക്ട് ഓഫ് ബിസിനസ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഒരുപാടുണ്ട് ഇല്ലേ. ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ട്, സീക്രട്ട് പാർട്ട്ണർ ഉണ്ട്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ഓൺലി പാർട്ട്ണർ ഉണ്ട്, പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽഡ്, ഹോൾഡിംഗ് ഔട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്ണറാണ് എന്ത് ആൻസർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഇയാൾ ലാബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ആണ്. ദെൻ ഇയാൾ പാർട്ട്ണർ എന്നതിൽ ഒരു ആർക്കും അറിയില്ല, ഔട്ട്സൈഡേഴ്സിന് അറിയില്ല. ഇയാൾ സ്ലീപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നില്ല, ആക്റ്റീവ് റോൾ എടുക്കുന്നില്ല. അങ്ങനത്തെ പാർട്ട്നേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്ണർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ലാബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ആർ. പാർട്ട്ണർഷിപ്പിൻ്റെ ലാബിലിറ്റി എപ്പോഴും എന്താണ്, അൺലിമിറ്റഡ് ആണ്. വിച്ച് മീൻസ് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റിട്ട് എന്ത് നികത്തേണ്ടി വരും, നഷ്ടം നികത്തേണ്ടി വരും പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ലാബിലിറ്റി എന്താണ്, അൺലിമിറ്റഡ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.